പ്രിമച്ചർ ഇജാക്കുലേഷൻ അഥവാ ശ്രീകസ്ഖലനം ഏറെക്കുറെ 30 മുതൽ 80% വരെ പുരുഷന്മാർ ഇത് അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ട്. വളരെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ ഇത് പ്രശ്നമായിട്ട് കാണുകയും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാറുള്ളൂ. ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അവരുടെ ഒരു ആണത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് അവർ കണക്കൂട്ടുന്നു. അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും. ഇതൊക്കെ ആരെയാണ് ഇത് കാണിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇനി ഇതിനെപ്പറ്റി ആരോട് ഡിസ്കസ് ചെയ്യും, ഇനി വൈഫിനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഒരു പ്രശ്നമാണ് ഇത് തന്നെ. അങ്ങനെ പല കാരണത്താൽ ആൾക്കാർ പൊതുവെ ഇതിന് ട്രീറ്റ്മെൻറ്റ് പോകാറില്ല. അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവയറില്ല, ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് അറ്റ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി, മലപ്പുറം ജില്ല. നമുക്കിന്ന് വളരെ വിശദമായിട്ട് ശ്രീകസ്ഖലനത്തെ പറ്റി സംസാരിക്കാം. ഫുള്ളി ക്ലിയർ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആരെയാണ് കാണിക്കേണ്ടത്, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതൊരു പ്രശ്നമാണോ, ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് പരിഹരിക്കാൻ പറ്റും, ഫുൾ ഡീറ്റെയിൽ നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ശ്രീകസ്ഖലനം എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു പ്രോപ്പർ ഉത്തരം അതിനില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ 1 മിനിറ്റിൽ താഴെയാണ് നിങ്ങളുടെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെനിട്രേറ്റഡ് സെക്സ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീമച്ചർ ഇജാക്കുലേഷൻ സയൻറ്റിഫിക്കലി ബൈ ഡെഫിനേഷൻ പറയാം. ഞാൻ പറയും ശരിക്കും 1 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും ഉള്ളതല്ല കാര്യം. നിങ്ങളുടെ പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ, അതിന് 30 സെക്കൻഡ്സ് ആയാലും കുഴപ്പമില്ല, 10 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് അല്ലേ, അതല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈ ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ശുക്ലം പോകുന്നുണ്ടോ, അതാണ് പ്രീമച്ചർ ഇജാക്കുലേഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് സൈക്കോളജിക്കൽ ആൻഡ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വിഷമങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് വിഷമങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ തന്നെ സെൽഫ് കോൺഫിഡൻസിനെ അത് ബാധിക്കും, സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും. പല ആൾക്കാർക്കും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാധാരണഗതിയിൽ പറയാറുണ്ട് എലിഫൻറ്റ് ഇൻ ദി റൂം എന്ന് പറയുന്നുണ്ട്. റൂമിലൊരു ആന. പക്ഷെ നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളതിനെ സംസാരിക്കുകയോ അതിനെക്കുറിച്ച് പറയുകയൊന്നും ചെയ്യുന്നില്ല. നമ്മളതിനെ കാണാത്ത പോലെ നിൽക്കാമെന്ന് പറയില്ലേ. പലപ്പോഴും പ്രീമച്ചർ ഇജാക്കുലേഷൻ്റെ കേസിൽ കപ്പിൾസിൽ കാണുന്ന ഒരു പ്രവണത അതാണ്. ആന ഉണ്ട് എന്ന് ഭാര്യയ്ക്ക് പറയാൻ ഭർത്താവിന് പറയാം, എന്തോ ഒരു പ്രശ്നം അതിലുണ്ടെന്ന്. പക്ഷേ അതിനെപ്പറ്റി അവർ സംസാരിക്കില്ല, അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നോക്കില്ല, ഒരു കൺസൾട്ടേഷനും പോകില്ല. അത് അവരെങ്ങനെ കൊണ്ടു നടക്കും. എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഭാര്യ ഇതിനെ കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങും, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇവർ ഒരു കൺസൾട്ടേഷൻ ആണെങ്കിൽ അടുത്തൊരു എക്സ്പേർട്ട് ഒപ്പീനിയന് ഈ ഭർത്താക്കന്മാരെ തയ്യാറാവില്ലുള്ളൂ. ഏറ്റവും നല്ലത് അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയോട് അത് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഇതിനെപ്പറ്റി നടക്കണം. ഇത് റൂമിലൊരു ആന ഉണ്ടായിട്ട് അതിനെ കുറിച്ച് മിണ്ടാണ്ടിരിക്കുന്നതിന് പകരം ആനയായിട്ട് അവിടെ ഉണ്ട്. അപ്പം നമ്മളതിനെ പറ്റിയുള്ളൊരു കാര്യം ഇതവരൊക്കെ അറിഞ്ഞൂടായിരിക്കാം, അല്ലെങ്കിൽ അവരത് മിണ്ടാണ്ടിരിക്കുക, അതൊന്നും പറ്റില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും വേണം. സാധാരണഗതിയിൽ നിങ്ങളൊരു പ്രോപ്പർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ, ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇജാക്കുലേഷൻ ആണെങ്കിൽ ശുക്ലം പോകുന്നുണ്ട്, പെട്ടെന്ന് തീർന്നു പോകുന്നു, വൈഫ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഈ സിറ്റുവേഷൻ നമ്മൾ പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ ഈ ശുക്ല വിസർജനം അല്ലെങ്കിൽ ഈ ഇജാക്കുലേഷൻ ഡിലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റാണ്ടിരിക്കുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് മതി എന്ന് വെക്കാൻ പറ്റാണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതിൻ്റെ ഒരു കൺട്രോൾ അയാൾക്ക് കിട്ടുന്നില്ല, അപ്പോഴേക്കിത് പോയി പോകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത് വിഷമങ്ങൾ ഉണ്ടാക്കുക. സാധാരണഗതിയിൽ 2 ടൈപ്പായിട്ടാണ് നമ്മൾ ഈ ശ്രീകസ്ഖലനത്തെ പറയല്. ഒന്ന് ലൈഫ് ലോങ് പി എന്ന് പറയും. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ സെക്ഷൽ ലൈഫ് അങ്ങനെയാണ്. ഫ്രം ദി ബിഗിനിങ് അയാളുടെ സെക്സ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ തന്നെ പെട്ടെന്ന് പോകുന്നൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ അക്വയർഡ് പി എന്ന് പറയും. കുറേ കാലം അത് ഓക്കെ ആയിരുന്നു, പിന്നീട് ഗൾഫിലേക്ക് പോയി. സാധാരണ നമ്മൾ വരുന്ന കേസ് ഗൾഫിലേക്ക് പോയി പ്രവാസിയായി, കുറച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി, ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി, മുമ്പത്തെ അത്രയൊന്നും സമയം കിട്ടുന്നില്ല. അങ്ങനെ അക്വയർഡായിട്ടും ഈ പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാവാം. നമ്മൾ കാരണത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാരണങ്ങൾ ഈ ഒരു വിഷമത്തിലേക്ക് നയിക്കാറുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സൈക്കോളജിക്കലായിട്ട് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പൊതുവെ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, എനിക്ക് വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു തോട്ട് വെച്ചിട്ട് ഇവർ സെക്സ് സ്റ്റാർട്ട് ചെയ്യും. അത്തരം ആങ്സൈറ്റി വരുമ്പം ഇത് പ്രീമച്ചർ ഇജാക്കുലേഷനിലേക്ക് നയിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ക്ലിനിക്കിൽ കാണുന്ന ഒരു കാരണം ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്, ബലക്കുറവ്. ലിംഗത്തിന് ബലക്കുറവും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ പൊതുവെ ഓവർ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബലത്തിലേക്ക് എത്തിക്കാൻ ചെയ്യുക. ഓവർ സ്റ്റിമുലേഷൻ കൊടുക്കും. ആ ഓവർ സ്റ്റിമുലേഷൻ ഇവഞ്ച്വലി പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് എത്തിക്കും. അപ്പം
ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്വർ ഇജാക്കുലേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ പരക്കുറവിനാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് വേണം മറ്റേതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും അത് ഈ വിഷമത്തിലേക്കൊക്കെ നയിക്കോട്ടോ. കാരണം സെക്സ് ശരിക്കും ഇവിടെയാണ്, നമ്മളെ മൈൻഡിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ സംഗതി. നമുക്ക് ശാരീരികമായിട്ടുള്ള ഇതിനപ്പുറം ഇത് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷനാണ്. നിങ്ങളുടെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ് ഈ സെക്സ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അപ്പുറം ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. നിങ്ങളുടെ അടുപ്പം, നിങ്ങളുടെ ഇൻറ്റിമസി, നിങ്ങളുടെ സ്നേഹം, ഇഷ്ടം, പ്രണയം, നിങ്ങളുടെ സംസാരം, ഇണക്കം, പിണക്കം, അതൊക്കെ പാട് കൂടിയുള്ള ഒരു ഇമോഷണൽ സംഗതിയാണ് ഈ ഒരു പ്രോസസ്സ് മൊത്തം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇടർച്ചകളുണ്ടെങ്കിൽ, വീഴ്ചകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതതിനെ ബാധിക്കും, സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പം ആദ്യം ചെയ്യേണ്ടത് അത്തരം നിങ്ങൾക്കിടയിലുള്ള വിഷമങ്ങൾ, ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കണം. അതോടുകൂടി തന്നെ ഈ വിഷയവും നിങ്ങൾക്കിടയിൽ ചർച്ചയായി വരികയും വേണം. എന്നിട്ട് അതെങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷനിലെത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം എന്നതാണ് നിങ്ങളുടെ ഡിസ്കഷൻ. നിങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തത് വർക്കൗട്ട് ആവാത്തത്, പിന്നെ ഇങ്ങനെ ആയാൽ മതിയോ, അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ആ രീതിയിൽ അതിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സെക്ഷൽ ലൈഫ് ഒരു നല്ല രീതിയിലേക്ക് എൻഡ് ചെയ്യൂല. എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, നമുക്കൊരു സൊല്യൂഷനിൽ ഇങ്ങനെ എത്താം, അങ്ങനെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രശ്നമൊക്കെ മറികടക്കാനായിട്ട് പറ്റും. ചില യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ ഇതിനെ ബാധിച്ചേക്കാം. പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് ഈ വിഷമം ഉണ്ടാക്കാം. പ്രോസ്റ്റേറ്റ് വീക്കുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ നീരിറക്കം വന്ന ആൾക്കാരിലൊക്കെ ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാക്കാം. അതൊക്കെ വളരെ റെയർ കേസ് നമ്മൾ ക്ലിനിക്കിൽ കാണലുള്ളൂ. മിക്ക കേസിലും ഞാൻ ആദ്യം പറഞ്ഞ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണ് ഈ വിഷമം ഉണ്ടാക്കുന്നത്. ചില ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ചില ആണുങ്ങളിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ശ്രീകസ്കാലം ഉണ്ടല്ലോ എന്ന് തോട്ട് വരെ ഇതിലേക്ക് നയിക്കൂട്ടോ. അതായത് സെക്സ് കഴിക്കുമ്പോഴത്തേന് ഇതിപ്പോൾ പോവും, അല്ലെങ്കിൽ ഇതിപ്പോൾ പോകുന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിനൊരു കാരണമായിട്ടൊക്കെ കാണലുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ആങ്സൈറ്റി, നന്നായിട്ട് എനിക്കിതിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന തോട്ടിൽ നിന്ന് വരുന്ന ഒരു തോട്ടാണത്, എന്ന ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് ഒരു എന്താ പറയുക, ഒരു പെർഫോമൻസ് ആക്റ്റല്ല. നമ്മളൊരു നന്നായിട്ട് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിൽ എക്സൽ ചെയ്യണം, അങ്ങനെ കണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയേ അല്ല ഇത്. നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ, അതിനെ ഊട്ടിയുറപ്പിക്കുന്ന, അതിന് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടു വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനൊക്കെ. നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് സെക്സ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇണക്കും പിണക്കും, നിങ്ങളുടെ തോണ്ടലും, നിങ്ങളുടെ സംസാരവും, നിങ്ങളുടെ തമാശയൊക്കെ ഇവഞ്ച്വലി സെക്സിലേക്ക്, അല്ലെങ്കിൽ ലൈംഗികതയിലേക്ക് എത്തുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് മുമ്പോട്ട് പോകും. അപ്പം ഇത് മാത്രമല്ല, ഇതൊരു പെർഫോമൻസ് ആയിട്ട് എടുക്കാണ്ടിരിക്കുക. എനിക്ക് നന്നായിട്ട് ഇത് പെർഫോം ചെയ്യണം എന്ന ഒരു തോട്ടും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ പോലത്തെ സെക്ഷൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കും. ചില ആൾക്കാരിലെ പഴയകാല കുറ്റബോധങ്ങളൊക്കെ, ചില എപ്പോഴെങ്കിലുമൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ടാവും അത്തരം തോട്ടുകൾ. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്ന തോട്ടുണ്ടല്ലോ ഉള്ളിലൊരു സംഗതി, അതിന് എനിക്ക് പണിഷ്മെൻ്റായി കിട്ടുന്നതാണിത്. അത്തരം ചിന്തകളൊക്കെ ഇതിനെ വിഷമമായിട്ട് ബാധിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ലൈംഗികതയിലെത്താൻ നല്ലൊരു കൺസൾട്ടേഷൻ തന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ കൺസൾട്ടേഷൻ ഇടയ്ക്ക് പറയാൻ കാര്യം, നമുക്ക് ഇത്തരം ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി, അതിൻ്റെ കാര്യങ്ങൾ, അതിൽ ചെയ്യേണ്ട ടെക്നിക്കുകൾ, നമുക്ക് മറികടക്കാൻ വേണ്ട പിന്നെ ബെഡ്റൂമിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഇത്തരം ഒരു പബ്ലിക് വേദിയിൽ പറയാം. അത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ ഒരു കൺസൾട്ടേഷൻ തന്നെയല്ലേ നല്ലത്. സെക്സ് തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ പിന്നെ കപ്പിൾ തെറാപ്പി ചെയ്യുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കൺസൾട്ടേഷൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും പോകണം. പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ വരുന്നത് ഭർത്താക്കന്മാർ മാത്രം ആണ് വരാറ്. അങ്ങനെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് ഫ്രൂട്ട്ഫുള്ളായി നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയും കൂട്ടി വേണം. എൻ്റെ ക്ലിനിക്കിൽ ഏറെക്കുറെ ഒരു 55 വയസ്സുള്ള ഒരാൾ വന്നു. അയാൾക്കും പിന്നെ ബലക്കുറവുമായി ബന്ധപ്പെട്ട കൺസൾട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സംസാരത്തിനിടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായി, നമുക്കൊന്നുകൂടി നല്ല രീതിയിൽ കൺസൾട്ടേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വൈഫ് തൊട്ടടുത്ത് താഴെ ഉണ്ട്, അപ്പോൾ ഉടനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഭാര്യ എന്നോട് പറയാണ്, ഡോക്ടർ ഒരു 10 കൊല്ലം നിങ്ങളെ കണ്ടാൽ മതി, ഇനി കുറച്ചും കൂടെയൊക്കെ രസകരമായിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുമായിരുന്നു. അതായത് ഇവർക്കിടയിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പം ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇതിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. രണ്ടുപേരും ഇരുത്തി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചിലും നാളൊക്കെ പോയി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് എന്നൊരു തോട്ടിലേക്ക് വരുത്തുന്നു.
അപ്പോൾ ഇവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു വേദ്യതാവും. അത് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വരാൻ നിങ്ങളുടെ അത്രയും കൺസൾട്ടേഷൻ പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതിന് ശ്രമിക്കുക. ഇതിനൊക്കെ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വളരെ റെഗുലറായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. 40 മിനിറ്റെങ്കിലും വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം. ഏറ്റവും നല്ലത് ജിം വർക്കൗട്ടുകളാണ്. വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയും. അതാണ് ഏറ്റവും നല്ലത്. 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്നു ഉറപ്പുവരുത്തുക. 2 ലിറ്റർ മൂത്രമൊഴിക്കാൻ പാകത്തിൽ വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണത്തിൽ പൊതുവെ സീ ഫുഡ് നല്ലതാണ്. ഓയിസ്റ്റേഴ്സ്, ഇപ്പോൾ കല്ലുമ്മക്കായ എന്നൊക്കെ പറയുന്ന സംഗതി നല്ലതാണ്. വാട്ടർമെലൺ, തണ്ണിമത്തൻ നല്ലതാണ്, അത് കുരുടെടുക്കാൻ കഴിക്കാം. അവഗാഡോസ്, ബട്ടർ ഫ്രൂട്ട് നല്ലതാണ്. ബീഫ് നല്ലതാണ്. ഒക്കെ കറി വെച്ചാണ് കഴിക്കുന്നത്. ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടൊന്നും കഴിക്കരുത്. അതൊക്കെ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വാൾനട്ട്, ബദാം, നട്ട്സുകളെല്ലാം ഇതിന് നല്ല സംഗതിയാണ്. അതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. 7-8 മണിക്കൂർ വളരെ പീസ്ഫുള്ളായിട്ട്. ഉറക്കം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 7-8 മണിക്കൂർ കിട്ടണം. രാവിലെ രാത്രി ഒരു 4 മണിക്കൂറും പകൽ 4 മണിക്കൂറും ആ ഉറക്കമെല്ലാം വേണത്. കണ്ടിന്യൂസ് ആയിട്ട് 7 to 8 hours ഉറക്കം കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയും സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് മറികടക്കാൻ പറ്റും. ഇതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പല ടെക്നിക്കുകളും ഉണ്ട്. ഒന്ന് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡാണ്. ഈ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡൊക്കെ നമുക്കൊന്നും കൂടി വിശദമായിട്ടൊരു കൺസൾട്ടേഷൻ പറയുമ്പോഴാണ് അത് ഭംഗി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇജാക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് നിങ്ങൾ ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ ശുക്ലം പോകുന്ന ഒരു ഫീലിംഗ് എത്തുന്നതിന് മുമ്പ് അത് പുറത്തേക്ക് എടുക്കുകയും കുറച്ച് കാലം റിലാക്സ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക. വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് നമ്മൾ സ്ക്വീസിങ് മെത്തേഡ് പറയാറുണ്ട്. അതായത് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഭാര്യ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇജാക്കുലേഷനിൽ എത്തുന്നതിന് കുറച്ച് മുമ്പ് പീനസ് അതിൻ്റെ നെക്കിൽ കുറച്ച് പ്രസ് ചെയ്ത് പിടിച്ച് ഇജാക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അത് 3-4 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് കൺട്രോളിലെത്താൻ പറ്റും. ഇത് കുറച്ചാൽ റെഗുലർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഇജാക്കുലേഷൻ്റെ ആ ടെൻഡൻസി കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്കത് പറഞ്ഞു തരും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയത്തിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയൊക്കെ ചെയ്യാം. സമയം പോലൊക്കെ നമ്മൾ റിപ്ലൈ തരും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്തരം ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലിഫ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക് യു സോ മച്ച്. ബൈ.